ഞാൻ ചിരിക്കാറില്ല, അധികം സംസാരിക്കുന്ന ടൈപ്പിലും അല്ല. അത് റീസൺ ഇതാണ്, നല്ലൊരു ഗ്യാപ്പ് അല്ലേ, അപ്പോൾ ഭയങ്കര ഒരു ഫേസ് ചെയ്യാൻ തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാരെ. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഡേയ്സിൽ അത് ചേഞ്ച് ആയി. ഞാനിപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും നടന്ന് എല്ലാവർക്കും സംസാരിച്ചു. സോ എൻ്റെ പേര് ശ്രീനിക. ഞാൻ 21 ഇയേഴ്സായി. ഞാൻ ഇതുവരെ ഡെന്റിസ്റ്റിനൊന്നും കണ്ടിട്ടില്ല. ചെറുപ്പം മുതലേ ഈ ഗ്യാപ്പ് എനിക്കുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യണം എന്നൊരു തോട്ട് അപ്പം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് കൂടുതൽ ബ്രേസസ് ആയിരുന്നു. അപ്പോൾ പെയിൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെയ്യുമ്പോൾ കുറച്ചുണ്ടാവും, പിന്നെ ഹീലിംഗ് ടൈമും കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ സംസാരിക്കണം, ഏജും ആയി. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റിന് വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. ചിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സ്മൈൽ ചെയ്യണല്ലോ ഒരാളെ കാണുമ്പോൾ. അപ്പോൾ അത് പറ്റുന്നില്ല, ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ചിരിക്കുമ്പോൾ. മറ്റുള്ളവർ കാണും എന്നതിലുപരി നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഭയങ്കര ഒരു ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഐഡിയ എന്നിട്ട് നിങ്ങളുടെ ഒരു പൊസിഷൻ വാങ്ങിച്ചിട്ട് മാത്രമേ നമ്മൾ ഫിനിഷ് ചെയ്യൂ. എങ്ങനെ ഫിനിഷ് ആവും എന്നുള്ളത് ശ്രീനിക ഡിസൈൻ ഞങ്ങളും കൂടെ. ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ അലൈനേഴ്സ് ഇടാം എന്നൊരു പ്ലാനിലാണ് വന്നത്. പക്ഷേ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ വെനേഴ്സാന്ന് പറഞ്ഞു. ആൻഡ് അതൊരു ലെസ് ദാൻ 1 മന്തിനുള്ളിലാണ് ആ ട്രീറ്റ്മെൻറ്റ് മൊത്തം കംപ്ലീറ്റ് ആയത്. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലും അതെങ്ങനെ ഉണ്ടാകും, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ ഒരു പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ചിരിക്കാറില്ല, കാരണം അത്യാവശ്യം കുറച്ച് നല്ല ഗ്യാപ്പ് ആയതുകൊണ്ട് ചിരിക്കാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഞാൻ ചിരിക്കാറില്ല. അപ്പോൾ ഇത് വെച്ചപ്പോൾ നമുക്ക് കോൺഫിഡൻസ്, നമുക്ക് നന്നായി ചിരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും പറ്റുന്നുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് ആണിത്. കാരണം ആഫ്റ്റർ ഓൾ ഇതൊരു നല്ലൊരു പാർട്ടാണല്ലോ, നമ്മൾ ഫേസ് മൊത്തം അത് കാണിക്കുന്ന നല്ലൊരു പാർട്ടായതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയതും. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാൻ ചിരിക്കാറില്ല, അധികം സംസാരിക്കുന്ന ടൈപ്പിലും ഉള്ളതല്ല. അതുകൊണ്ട് ഞാൻ അത് റീസൺ ഇതാണ്, കാരണം നല്ലൊരു ഗ്യാപ്പ് അല്ലേ, അപ്പോൾ ഭയങ്കര ഒരു ഫേസ് ചെയ്യാൻ തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാരെ. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. 2 ഡേയ്സിൽ അത് ചേഞ്ച് ആയി. ഞാനിപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും നടന്ന് എല്ലാവർക്കും സംസാരിച്ചു അങ്ങനെ പോകുന്നത്. പെയിൻലെസ് ആണ്, അധികം പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലാണ് എന്നെ ടേക്ക് കെയർ ചെയ്തത്. യെസ്, ഐ എം സോ ഹാപ്പി. താങ്ക് യു.